ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീണ്ടും ഞാനൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്, ഒരു കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കൊക്കെ പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിയാൽ വേറെ 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നമ്മളെ സ്വന്തം കേസരി. അപ്പോൾ ഇന്ന് കേസരി റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും ഞാനിവിടെ എൻ്റെ വീഡിയോയിൽ ഒന്നും കൂടി അത് കാണിക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ബാ. നമുക്ക് കേസരി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം ഒരു പാനിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ നെയ്യിലേക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ച് റൈസിൻസ്, അതായത് കറുത്ത മുന്തിരി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാഷ്യൂസും അതൊക്കെ ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ കാഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ കറുത്ത മുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. കാണാലോ അല്ലേ? ഇതാ എണ്ണയല്ല, നെയ്യിൽ. ഇതേ നെയ്യിൽ നമുക്ക് നമ്മുടെ റവയും കൂടി ഇട്ട് കൊടുക്കാം. റവയിട്ട് വറുത്ത റവയാണ്, എന്നാലും നെയ്യിലിട്ട് ഒന്നും കൂടി നമുക്ക് ഇതിനെ ഒന്ന് വറുത്ത് എടുക്കാം. ഇതപ്പോൾ നന്നായിട്ട് റവ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നെയ്യ് കിടന്ന് നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ നമുക്ക് റവ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒരല്പം ഫുഡ് കളറും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര എല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് അലിഞ്ഞ് നന്നായിട്ട് ചേർന്ന് വരണം. ഇത് പഞ്ചസാര ഇട്ടുകൊണ്ട് തന്നെ അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമ്മുടെ റവ എന്താ പറയുക, നല്ല ലൂസായിട്ട് വരും. അപ്പം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്ന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന റൈസിൻസ് ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് ഈ സമയം നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നെയ്യും ആ മുന്തിരി എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ കേസരി. ഇപ്പം എന്ത് എളുപ്പമല്ലേ കേസരി ഉണ്ടാക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് നമ്മുടെ കേസരി എന്ന് പറയുന്നത്. 5 മിനിറ്റ് പോലും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണുന്നത് വരെ ബൈ.